ബാഡ് ഡേയ്സ് ബിൽഡ് ബെറ്റർ ഡേയ്സ് എന്നൊരു പഴമൊഴിയുണ്ട്. നമ്മുടെ ജീവിതത്തിലുണ്ടായ ചീത്ത ദിവസങ്ങളാണ് നല്ല ദിവസങ്ങളെ ഉണ്ടാക്കി തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ വന്ന വലിയ പ്രയാസങ്ങളും മോശമായ ദിവസങ്ങളിലുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത്, നമ്മൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത്, ജീവിക്കണ്ട എന്ന് പോലും നമ്മൾ ചിന്തിച്ച ചീത്ത ദിവസങ്ങളുണ്ട്. കടക്കെണി, മാരക രോഗം, ഡോക്ടർമാർ കൈവിട്ടത്, വീട്ടിൽ പെട്ടെന്ന് വന്നു ഭവിച്ച അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ചീത്ത നാളുകൾ നമുക്കുണ്ടായി. അന്ന് നമ്മൾ പേടിച്ചു, ജീവിക്കണ്ട എന്ന് വിചാരിച്ചു. ആ സമയത്താണ് യേശു കർത്താവിനെ അറിയുവാൻ എല്ലാവർക്കും തന്നെ കൃപയുണ്ടായത്. നമ്മുടെ ജീവിതത്തിൽ വന്ന ആ ചീത്ത നാളുകൾ നല്ല ദിവസങ്ങളിലേക്ക് നമ്മെ കൊണ്ടുവരികയായിരുന്നു. അതുകൊണ്ടാണ് നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി എന്ന് ദൈവവചനത്തിൽ കാണും. നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ ഞാൻ കഷ്ടത്തിലായി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന കഷ്ടങ്ങൾ ചീത്ത നാളുകളായിരുന്നു, അത് നമുക്ക് ഗുണമായി തീർന്നു. എല്ലാവരും ജീവിതത്തിൽ വന്ന കഷ്ടങ്ങളാണ് അവർക്ക് നന്മയായത്. പത്രോസ് രാത്രി മുഴുവനും അധ്വാനിച്ചു, അവനൊന്നും കിട്ടിയില്ല. അതവൻ്റെ ചീത്ത ദിവസമായിരുന്നു. അവനെ സംബന്ധിച്ച് എന്നാൽ ആ ദിവസമായിരുന്നു യേശു അവൻ്റെ പടകിലോട്ട് കയറി. ആ ദിവസം ഒരു നല്ല ദിവസത്തെ യേശു പണിതെടുക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ചീത്ത ദിവസങ്ങളും നമ്മെ നല്ല പാഠങ്ങൾ പഠിപ്പിച്ചും നമ്മെ തിരുത്തിയും ഒരു പുതിയ തുടക്കം നമുക്ക് തരുന്നതാണ്. അതുകൊണ്ട് ഇന്ന് പരീക്ഷയ്ക്കായി സംഭവിച്ച അഗ്നി പരിശോധനയിൽ ചില അപൂർവ കാര്യം, അതായത് ആർക്കും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വന്നെന്ന് കരുതി പേടിക്കണ്ട. അതെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായിട്ട് വ്യാപരിക്കും. യേശുവിൽ ആശ്രയിക്കും. നമ്മുടെ കണ്ണുനീരിനെ ആനന്ദമാക്കാൻ കഴിയുന്നവൻ, നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കാൻ കഴിയുന്നവൻ യേശു മാത്രമാണ്. യേശുവിൽ നമുക്ക് ആശ്രയിക്കാം. ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. You are Yahweh, 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 Alpha and Omega. You are Yahweh, Alpha and Omega.
Alpha and Omega. You are Yahweh, Alpha and Omega. You are Alpha and Omega. We worship you alone. You are worthy to be praised. You are Alpha and Omega. We worship you alone. You are worthy to be praised. We give you all the glory. We worship you alone. You are worthy to be praised. We give you all the glory. We worship you alone. You are worthy to be praised. We worship you alone. You are worthy to be praised. യോഹന്നാന്റെ സുവിശേഷത്തിലെ 17-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ നമ്മൾ വായിച്ചു, നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. വിശ്വാസമെന്ന് പറയുന്നത് അറിയുക, അംഗീകരിക്കുക, ഏറ്റെടുക്കുക. ഈ 3 കാര്യങ്ങൾ ചേർന്നാണ് വിശ്വാസം ഉണ്ടാകുന്നത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. യേശുവിൻ്റെ ഈ ഭൂമിയിൽ വെച്ചുള്ള ഏറ്റവും വലിയ വിജയം, യേശു കർത്താവിൻ്റെ ഏറ്റവും വലിയ വിജയം പിതാവിനെ നന്നായി അറിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം വലിയ വിജയികളാകണമെങ്കിൽ യേശുവിനെ യേശുവായിരിക്കുന്നത് പോലെ അറിയണം. പലരും അങ്ങനെ അറിയാൻ ശ്രമിക്കുന്നില്ല. പലരും ലോകത്തെയും ലോകത്തിൻ്റെ കാലഗതിയെ അറിയാനാണ് ശ്രമിക്കുന്നത്. ഇന്ന് നമ്മുടെ ന്യൂസിൽ വരുന്ന വാർത്തകളും യൂട്യൂബിൽ വരുന്ന കാര്യങ്ങളും സ്റ്റാറുകൾ, ഈ സൂപ്പർ സ്റ്റാറുകൾ ചെയ്യുന്ന വിക്രിയകളും, ഇതിനകത്ത് കുരുങ്ങി നമ്മൾ വാസ്തവത്തിൽ യേശുവിനെ വേണ്ട രീതിയിൽ അറിയാതെ നമ്മുടെ ജീവിതം നഷ്ടമാക്കുകയാണ്. മനുഷ്യരെ അറിഞ്ഞാൽ നമുക്ക് അവരോട് അകലം തോന്നും. ഏത് വ്യക്തിയോടും കൂടുതലടുക്കുമ്പോൾ നമ്മൾ അകലും. യേശു പോലും മനുഷ്യനിലുള്ളത് എന്തെന്ന് സ്വതവേ അറിഞ്ഞിരിക്കൊണ്ട് മനുഷ്യരുടെ കയ്യിൽ തന്നെത്താൻ ഏൽപ്പിച്ചില്ല എന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നു. മനുഷ്യനിലുള്ളത് എല്ലാം യേശു നേരത്തെ അറിഞ്ഞിരുന്നു. അപ്പോൾ തന്നെ പിതാവിനെ നന്നായിട്ട് അറിഞ്ഞിരുന്നു. മനുഷ്യരെ അറിയേണ്ടതുപോലെ അറിയണം, ദൈവത്തെയും അറിയേണ്ടതുപോലെ അറിയണം. മനുഷ്യരെ ശരിക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ മനുഷ്യരുടെ വാക്കുകളാലും മനുഷ്യരുടെ പല
കാര്യങ്ങളിലും നമ്മൾ കുടുങ്ങിപ്പോവും. ഏതെങ്കിലുമൊക്കെ മനുഷ്യരുടെ പദ്ധതികളിൽ നാം കുരുങ്ങിപ്പോവും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു കുരുക്കിൽ പോയി ചാടാൻ നമ്മൾ ഇടയാകരുത്. മനുഷ്യർ ചതിക്കുന്നവരാണ്. എങ്ങനെയെല്ലാം പറഞ്ഞാലും മനുഷ്യരിൽ ചതി കിടപ്പുണ്ട്, അവരിൽ പാപം കിടക്കുന്നു. എന്നാൽ ദൈവപുത്രനിൽ അവനിൽ ഇരുട്ടൊട്ടുമില്ല. കണ്ണും പൂട്ടി യേശുവിനെ നമുക്ക് വിശ്വസിക്കാം. ഒരിക്കൽ ഒരു ഗുരു, തനിക്ക് അനവധി ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പോൾ മോക്ഷത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഗുരുവായിരുന്നു അദ്ദേഹം. ഈ ശിഷ്യന്മാരെ ആരെയും വിശ്വസിച്ചില്ല. തനിക്ക് കിട്ടുന്ന നാണയങ്ങൾ, ആ കാലത്ത് പഴയ കാലമാണല്ലോ, സ്വർണ്ണ നാണയങ്ങൾ, വെള്ളി നാണയങ്ങൾ, ചെമ്പ് നാണയങ്ങൾ, ഇതൊക്കെയായിരുന്നു പഴയ കാലത്തെ പണം. ഇതെല്ലാം ഒരു സഞ്ചിക്കകത്ത്, ആൾക്കാർ കൊടുക്കുന്നതെല്ലാം, ഗുരുവിന് കൊടുക്കുന്നതെല്ലാം ഒരു സഞ്ചിക്കകത്ത് വെച്ച് താൻ തന്നെ ഇത് ചുമന്നുകൊണ്ട് നടക്കും. ആരുടെയും കയ്യിൽ വിശ്വസിച്ചേൽപ്പിക്കില്ല. അങ്ങനെ ഇദ്ദേഹം കുളിക്കാൻ നേരത്ത് പോലും ആ പുഴയുടെ കരയിൽ വെച്ചിട്ട് ഒന്ന് മുങ്ങിയിട്ട് പൊങ്ങി വന്നിട്ട് അതവിടെ ഉണ്ടോയെന്ന് നോക്കും. അധികം നേരം മുങ്ങാനും അദ്ദേഹത്തിന് പറ്റില്ല, കാരണം ആരും വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കള്ളൻ ഇത് കണ്ടു. ഈ ചാക്ക്, ഈ വലിയ സഞ്ചി, ഇതെങ്ങനെ കൈക്കലാക്കും? അദ്ദേഹം വന്നിട്ട്, കള്ളൻ വന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ, ഞാൻ ഈ കള്ളത്തരമൊക്കെ നിർത്തി നന്നാകാൻ തീരുമാനിച്ചു. അങ്ങയുടെ ശിഷ്യനായി എനിക്ക് മോക്ഷം പ്രാപിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി. അദ്ദേഹം പറഞ്ഞു, കൂടെ കൂടിക്കോ. എന്നാൽ അദ്ദേഹം ഈ കള്ളനെ വിശ്വസിച്ചില്ല. ഒരു ദിവസം ഒരു വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുന്ന സമയത്ത് ഗുരുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ഇവരും കൂടെ പോയി. എല്ലാവരും ഭക്ഷണം കഴിച്ചു വരുമ്പോൾ തിരിച്ചു വരുന്ന വഴിയിൽ ഈ ചെറുപ്പക്കാരൻ്റെ ഒറ്റ കരച്ചിലാണ്, അയ്യോ, ഞാനൊരു പാപം ചെയ്തു. എന്താണ്? ഞാൻ ആ ഭക്ഷണം കഴിച്ച വീട്ടുകാരോടൊരു ദ്രോഹം ചെയ്തു. ഗുരു ചോദിച്ചു, എന്താ നീ ചെയ്തത്? അത് ആ വീട്ടിൽ അവർ എത്ര നന്നായിട്ട് നമുക്ക് ഭക്ഷണം തന്നു, എത്ര നന്നായി സൽക്കരിച്ചു. ആ വീട്ടിൽ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്ന് ഒരു ചെലന്തി വല എൻ്റെ തലയിൽ വന്ന് വീണു. ഇതോ എൻ്റെ തലയിലിരിക്കുന്നു. ഞാൻ അവരോട് പാപം ചെയ്തു. അവരുടെ സ്വന്തം ചെലന്തി വല ഞാൻ കൊണ്ടുവന്നു. ഞാൻ തിരിച്ചു പോവുകയാണ്. ഞാൻ ആ ചെലന്തി വല അവർക്ക് കൊടുക്കും. ഗുരു പറഞ്ഞു, ഇതുപോലെ വിശ്വസ്തനും നല്ലവനുമായ ഒരു ശിഷ്യനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. വെറും ചെലന്തി വല പോലും അവൻ തിരിച്ചു കൊടുക്കുന്നു. അവൻ ശരിക്ക് ജീവിതം മാറിയ ഒരു വ്യക്തിയാണ്. ഗുരു പറഞ്ഞു, നീയാണ് എൻ്റെ പ്രധാന ശിഷ്യൻ. അങ്ങനെ ഒരു ദിവസം ഗുരു കുളിക്കാൻ നേരത്ത് ഈ സഞ്ചി ഇവൻ്റെ കയ്യിലോട്ട് കൊടുത്തു. ഈ ശിഷ്യൻ പറഞ്ഞു, ഗുരുവേ, നന്നായിട്ട് മുങ്ങി പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞാലും ഞാനിവിടെയുണ്ട്. അങ്ങനെ ഗുരു നന്നായി ശ്വാസമെടുത്ത് പൊങ്ങി വന്നപ്പോൾ സഞ്ചിയും കാണുന്നില്ല, ഈ അരുമ ശിഷ്യനെയും കാണുന്നില്ല. ഇതാണ് ലോകം. ലോകം എപ്പോഴും ഏതു വിധത്തിൽ ചതിക്കാം എന്ന് നോക്കും. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുട്ടില്ല. ദൈവം ഒരിക്കലും നമ്മെ ചതിക്കില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയും ചതിക്കുഴിയിൽ വന്ന് വീഴില്ല. ഒരു ചതിയിലും പോയി പെടില്ല. നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ച് നോക്കിക്കോ, നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ മീതെ അനുഗ്രഹം പ്രാപിക്കും. ദൈവത്തിന് നിങ്ങളെ ചതിക്കേണ്ട ഒരാവശ്യമില്ല. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ചതികളിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരാനാണ്. രോഗം എങ്ങനെയുണ്ടായി? മാനവവർഗത്തെ പിശാചി ചതിച്ച ചതിയിൽ നിന്നുണ്ടായി. ശാപം വീടുകളിൽ എങ്ങനെയുണ്ടായി? ഒരു ചതിയിൽ നിന്നുണ്ടായതാണ്. അപ്പൊ ചതി എന്നുള്ളത് പിശാചിൻ്റെ സ്വഭാവമാണ്. നീതി എന്നുള്ളത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങളിലേക്ക് നാം കയറുകയാണ്. അതുകൊണ്ട് ചിലർ പറയും, ഞങ്ങൾക്ക് ബന്ധങ്ങളുണ്ട്, ഞായറാഴ്ച എങ്ങനെ ചർച്ചിൽ വരും? കാരണം ഞങ്ങളുടെ എല്ലാ ഫങ്ഷനുകളും
ഞായറാഴ്ചകളിലാണ്. ഞങ്ങളുടെ ബന്ധുക്കളെ ഞങ്ങൾക്ക് പിണക്കാൻ പറ്റില്ല. പിണക്കണ്ട. നിങ്ങളുടെ കഷ്ടകാലത്ത്, നിങ്ങളുടെ സ്വത്ത് നഷ്ടപ്പെടുമ്പോൾ, നിങ്ങളുടെ ആരോഗ്യം നശിക്കുമ്പോൾ ഈ ബന്ധുക്കൾ ഉണ്ടാകുമോ എന്ന് നിങ്ങളൊന്ന് പഠിച്ചു വരുമ്പോഴേക്ക് നിങ്ങൾ വൈകിപ്പോകും. ആരും, യോബിൻ്റെ ചരിത്രം നോക്ക്, ആരുമില്ല. മക്കൾ നഷ്ടപ്പെട്ടു, സ്വത്ത് നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു. ഈ 3 കാര്യം നഷ്ടപ്പെട്ടപ്പോൾ സ്വന്തം ഭാര്യ പറഞ്ഞു, നീ ദൈവത്തെ തള്ളിക്കളഞ്ഞ് ആത്മഹത്യ ചെയ്യ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. ആരും നിൽക്കില്ല. ബന്ധങ്ങൾ പോലും, രക്തബന്ധങ്ങൾ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. എല്ലാ ബന്ധങ്ങളിലും ഒരു പരിധി വെക്കേണ്ട ഒരു ജ്ഞാനം നമുക്കുണ്ടാകണം. ഒന്നുകൂടി പറഞ്ഞാൽ, ദൈവത്തോളം ആശ്രയം അപ്പനിലോ അമ്മയിലോ സഹോദരങ്ങളിലോ ഭാര്യയിലോ മക്കളിലോ ഭർത്താവിലോ വെക്കരുത്. അമ്മ എൻ്റെ ദൈവം, അപ്പൻ എൻ്റെ ദൈവം, ഭർത്താവ് എൻ്റെ ദൈവം. ഇങ്ങനെയുള്ള സിനിമകൾ ഒത്തിരിയുണ്ട്. നല്ലതാണ്, നല്ല സിനിമയായിക്കോട്ടെ. എന്നാൽ അത് ജീവിതത്തിൽ അത് നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റില്ല. ദൈവത്തിൽ മാത്രം. കാണാത്ത ദൈവത്തെ എങ്ങനെ വിശ്വസിക്കും? കാണാത്ത ദൈവത്തെ വിശ്വസിക്കാൻ പഠിപ്പിച്ചത് യേശുവാണ്. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, എന്നെ കണ്ടവർ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കണ്ടാൽ മതി. സകലത്തെയും സ്നേഹിക്കുന്ന, സകലത്തെയും നിയന്ത്രിക്കുന്ന സ്നേഹനിധിയായ പിതാവിനെ. യേശു പറഞ്ഞു, ഫിലിപ്പോസേ, ഇത്രയും നാളും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിട്ടും നീ എന്നെ അറിഞ്ഞില്ലേ മോനെ? എന്നെ കണ്ടവരൊക്കെയും പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ യേശു ഈ ഭൂമിയിൽ വന്ന് തുറന്നു കാണിച്ചു തന്നു, മനുഷ്യ രൂപത്തിൽ കാണിച്ചു വന്നു ദൈവം എങ്ങനെ ഇരിക്കുമെന്ന്. ദൈവത്തിൻ്റെ സ്വരൂപം എന്താണ്? സ്നേഹം. അവസാനത്തുള്ളി ജീവനും രക്തവും തന്നുകൊണ്ട് സ്നേഹിക്കുന്ന പ്രകൃതമാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം, അതായത് ജീവൻ തന്ന് സ്നേഹിക്കും. ജീവൻ എടുക്കുന്ന പരിപാടിയല്ല, ചതിയിൽപ്പെടുത്തുന്ന പരിപാടിയല്ല, ജീവൻ തരുന്ന മാർഗമാണ് ദൈവസ്നേഹം. ഈ കർത്താവിനെ വിശ്വസിക്കാൻ, കണ്ണടച്ച് വിശ്വസിക്കാൻ എന്തുകൊണ്ട് നമ്മൾ അമാന്തിക്കുന്നു? ലോകം അവനെ അറിഞ്ഞിട്ടില്ല, ഞാനോ എൻ്റെ സ്വർഗസ്ഥനായ പിതാവേ നിന്നെ അറിഞ്ഞിരിക്കുന്നു. അടുത്തത്, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും ഇവരറിഞ്ഞിരിക്കുന്നു. പിതാവേ, നീ നല്ലവനായതുകൊണ്ട് നീ എന്നെ ഇവർക്ക് വേണ്ടി അയച്ചതാണെന്ന് ഇവരറിഞ്ഞിരിക്കുന്നു. പിതാവേ, ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു, അതുപോലെ നീ എന്നെ അയച്ചു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ ഏറ്റവും സംതൃപ്തിയുള്ള വാക്കുകളാണ്. പിതാവേ, ഇവർക്ക് നീ എന്നെ അയച്ച ഉദ്ദേശം മനസ്സിലായി. ഇവർ വലിയ പഠിപ്പുള്ളവരല്ല, ഇവർ ഗലീല കടലിൽ ചുറ്റും നടക്കുന്നവരാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരാണ്, സാമാന്യരാണ്, പഠിപ്പില്ലാത്തവരാണ്. എന്നാൽ പിതാവേ, ഇവർക്ക് ഞാൻ അങ്ങയുടെ വചനം കൊടുത്തപ്പോൾ അതവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു. യേശു പറയുമ്പോഴും യേശുവിനെ അറിയാം, ഇവരെല്ലാം യേശുവിനെ വിട്ട് ഓടുമെന്നൊക്കെ അറിയാം. എങ്കിലും ഇവരിൽ നല്ല ശതമാനം പിതാവിനെ കുറിച്ചുള്ള അറിവ് കൊടുക്കാൻ യേശുവിന് കഴിഞ്ഞു. അത് യേശു സന്തോഷത്തോടെ പറഞ്ഞ് പിതാവിൻ്റെ സന്നിധിയിൽ ആനന്ദിക്കുന്ന ഒരു ഭാഗമാണ് ആ കാണുന്നത്. പിതാവേ, ഞാൻ നിന്നെക്കുറിച്ച് പറഞ്ഞു, അവർക്ക് മനസ്സിലായി. അതാണ് യേശു പറഞ്ഞത്, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യം, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. പിതാവേ, അവർ നമ്മിലാകേണ്ടതിന്, അവരൊന്നായി തീരേണ്ടതിന് ഞാൻ നിന്റെ നാമം, നിന്റെ ആ പദവി, നിന്റെ സ്വഭാവം, നിന്റെ വ്യക്തിത്വം, ഒരു പേരെന്ന് പറയുമ്പോൾ അതിനകത്തെല്ലാം ഉണ്ട്, ഞാൻ അവർക്ക് വെളിപ്പെടുത്തി, ഇനിയും വെളിപ്പെടുത്തും. അതായത് ഓരോ ദിവസം കഴിയും തോറും ദൈവത്തെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടും തോറും നാം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ.
നാം ബലപ്പെടും. അതുകൊണ്ട് എല്ലാ ദിവസവും യേശുവിനെ കുറിച്ച്, പിതാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ദാഹം ഈ ഫെബ്രുവരി മാസം മുതൽ നമുക്കുണ്ടെങ്കിൽ നമ്മെ വെല്ലാൻ പിശാചിന് കഴിയില്ല, പാതാള ഗോപുരത്തിന് കഴിയില്ല, രോഗത്തിനോ ശാപത്തിനോ കഴിയില്ല. കാരണം നാം ദൈവത്തെ അറിയുന്നവരാണ്. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നത്, തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തി. എല്ലാ മതിലുകളെയും നമ്മൾ ഇടിച്ചു കളയും ദൈവത്തെ അറിഞ്ഞാൽ. രാപ്പകൽ ദൈവവചനം ധ്യാനിച്ച യോശുവ, അവൻ സൂര്യനെയും ചന്ദ്രനെയെല്ലാം തടഞ്ഞു നിർത്തി. സൂര്യൻ ഉറച്ചവിടെ നിന്നു, അസ്തമിക്കാൻ കഴിഞ്ഞില്ല. ചന്ദ്രന് രാത്രിയാകുമ്പോൾ വരാൻ ആഗ്രഹമുണ്ടായി, വരാൻ കഴിഞ്ഞില്ല. രണ്ടിനെ പിടിച്ചു നിർത്തി. എരിഹോ കോട്ടയെ ഇടിച്ചു, യോർദാനെ രണ്ടാക്കി. അളവ് നൂല് മനോഹര ദേശത്ത് വീഴത്തക്ക രീതിയിൽ ആ ദേശത്തുള്ള എല്ലാ ജാതികളെയും യോശുവ എന്ന വൃദ്ധൻ ഒതുക്കിക്കളഞ്ഞു. എന്താ കാരണം? അവൻ വൃദ്ധനാണെന്നല്ല അറിഞ്ഞത്, അവൻ്റെ ദൈവം ആരാണെന്ന് രാപ്പകൽ ധ്യാനിച്ചപ്പോൾ അവന് മനസ്സിലായി. ദൈവം അവനൊരു മർമ്മം പറഞ്ഞു കൊടുത്തു. നിന്റെ ജീവകാലത്ത് ആരും നിന്റെ നേരെ നിൽക്കില്ല. നീ രാത്രിയും പകലും, രാവും പകലും ഈ വചനം ധ്യാനിക്കണം. നീ തൊടുന്നതെല്ലാം ജയമായിരിക്കും. ദൈവത്തെ അറിയാൻ യോശുവേ നീ നിന്നാ മതി, നീ ഒരു സക്സസ് ആയി മാറും. ഈ മർമ്മങ്ങളിൽ നിന്ന് കേട്ടവരെല്ലാവരും യേശുവിനെ കൂടുതൽ അറിയാൻ ദാഹിക്കണം. എല്ലാ കൂട്ടായ്മകളെയും നിങ്ങൾ കൂടുതൽ ബലമുള്ളതാക്കണം. ഒരു സഭായോഗം ഉപേക്ഷിക്കരുത്, ഒരു കൂട്ടായ്മ ഉപേക്ഷിക്കരുത്, വേദപുസ്തകം വായന കുറക്കരുത്. ഓരോ ദിവസവും ദൈവത്തോട് അടുത്ത് ഇടപെട്ട് ദൈവത്തെ മുറുകെ പിടിക്കുന്നവർ ഈ കാലഘട്ടത്തിലെ അത്ഭുതങ്ങളായി മാറും. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്ന് ഈ കേട്ട വചനങ്ങൾ നിമിത്തം ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകണം. മനുഷ്യരിൽ ആശ്രയിക്കാതെ, സാധാരണക്കാരിൽ ആശ്രയിച്ച്, ലോകത്തിൽ ആശ്രയിച്ച്, ഇവരുടെ ജീവിതത്തിൽ ചതികൾ പറ്റാതെ ദൈവത്തിൽ ആശ്രയിച്ച് ബലപ്പെടാൻ, ഒരിക്കലും ചതിക്കാത്ത, കരുണയുള്ള, മനസ്സലിവുള്ള, നീതിമാനായ സ്വർഗസ്ഥനായ പിതാവിലും തൻ്റെ വചനത്തിലും ആശ്രയിക്കുവാൻ ഓരോരുത്തർക്കും കൃപ കൊടുക്കണം. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ജീവിതം ജയമാക്കാൻ ഓരോരുത്തരെ സഹായിക്കും. ഇന്ന് അവർ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ കാരണമാക്കി തീർക്കണം. അനുഗ്രഹിക്കും. സൗഖ്യങ്ങളും വിടുതലുകളും നടക്കട്ടെ. അടഞ്ഞ വാതിലുകളെല്ലാം തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ നമുക്ക് ബലപ്പെടാം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു.